ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെല്ലിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഒരു സെല്ലിൽ എങ്ങനെയാണ് സെല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്, വാട്ട് ഈസ് ഇ എം എഫ് ഓഫ് എ സെൽ, വാട്ട് ഈസ് ടെർമിനൽ പി ഡി ഓഫ് എ സെൽ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്താണ്, അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് സെല്ലാണ്. കോമ്പിനേഷൻ ഓഫ് സെൽസ്, ഒന്നിലധികം സെല്ലുകൾ കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ ബാറ്ററി എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഒന്നിലധികം സെല്ലുകളുടെ ആ കോമ്പിനേഷനാണ് എന്ത് വിളിക്കുക, ബാറ്ററി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെൽ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്, സെൽ ഇക്വേഷൻ നോക്കൂ, ടെർമിനൽ പി ഡി വി സി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഓർക്കുന്നില്ലേ? വി സീക്വൽ ടു ഇ മൈനസ് ഐ ആർ അല്ലെങ്കിൽ ഇ സീക്വൽ ടു വി പ്ലസ് ഐ ആർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. മാത്രമല്ല ഇതിൽ നിന്ന് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അടക്കം ഉണ്ടാക്കി അല്ലേ. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു എന്താ ഉണ്ടാക്കി, ആർ ഈസ് ഈക്വൽ ടു ഇ ബൈ വി മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ ആർ. ദിസ് ഈസ് 1 ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഈ ഇക്വേഷനും നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാൻ. അപ്പോൾ സെൽ ഇക്വേഷൻ എന്താണ്, റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല ബോധ്യം വേണം. അതുപോലെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. സെല്ലുകളെ നമുക്ക് രണ്ടായിട്ട് കമ്പൈൻ ചെയ്യാം. സാധാരണ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും, പിന്നെ രണ്ടും കൂടെ വരുന്ന മിക്സ്ഡ് കോമ്പിനേഷനൊക്കെ നമുക്ക് പറയാം. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ സെല്ല് റെസിസ്റ്ററിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഒരു സെല്ലിന് എന്തുണ്ട്, പൊളാരിറ്റി ഉണ്ട്. സെല്ലിന് നോക്കൂ, ഇതെന്താണ്, ഇത് പോസിറ്റീവാണ്, ഇതാരാ, ഇത് നെഗറ്റീവാണ്. എഗെയിൻ നോക്കൂ, ഇവിടെ പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. E1 E2 ഇ എം എഫുകളുള്ള R1 R2 ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ള രണ്ട് സെല്ലുകളെ ഞാനിവിടെ സീരീസിൽ കമ്പൈൻ ചെയ്താണ്. ഒന്നാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവാണ് രണ്ടാമത്തെ സെല്ലിൻ്റെ എന്തിനായിട്ട് കണക്ട് ചെയ്ത്, പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത്. ഒന്നാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിനെ രണ്ടാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒന്നാമത്തേൻ്റെ നെഗറ്റീവ് രണ്ടാമത്തേൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു. വ്യക്തമാണല്ലോ? യെസ്. ഈ രൂപത്തിൽ ഇനി രണ്ടാമത്തേൻ്റെ നെഗറ്റീവ് മൂന്നാമത്തേൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് വിളിക്കുന്നത്, സീരീസ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് സീരീസ് കോമ്പിനേഷൻ. ഇനി നോക്കൂ, ഈ കോമ്പിനേഷൻ്റെ ഒരു ഇക്വലൻ്റ് ഇ എം എഫ്, അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ഒരൊറ്റ സെല്ലാക്കി നമ്മൾ കണക്ട് ചെയ്യുകയായിരുന്നെങ്കിൽ അതിനെ നമ്മൾ എന്താ എഴുതുക, ഒരു സെല്ലായിട്ട് വരച്ചു, അതിന് ഈക്വലൻ്റ്, അതായത് ഇതിൻ്റെ ഇക്വലൻ്റ് ഇ എം എഫ് അതുപോലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്, അതാണ് ഇവിടെ ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. നോക്കൂ, ഇവിടെ നോക്കൂ, എയിലുള്ള പൊട്ടൻഷ്യലിനെ ഞാൻ വി എ എന്ന് വിളിക്കുകയാണ്, ബിയിലത് വി ബി എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഞാൻ വി എ ബിക്ക് ഒരു ഇക്വേഷൻ എഴുതാൻ പോവാം. നോക്കൂ, വി എ ബി ഈസ് ഈക്വൽ ടു വി എ ബി. ഇതിൽ എ ആണോ ബി ആണോ ഹയർ പൊട്ടൻഷ്യൽ നോക്കൂ. കറണ്ട് നോക്കൂ, എവിടുന്ന് വരിക, ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. നോക്കൂ, ഇവിടെ എങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് നോക്കൂ, ഇങ്ങനെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ്, ഇത് ഈ സെല്ലിൻ്റെ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇത് വരച്ചില്ല. എന്ന് വെച്ചാൽ ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ വന്നിട്ട് നോക്കൂ, എക്സ്റ്റേണൽ ലോഡിലൂടെ ഇങ്ങനെ വന്ന് അതിലൂടെ വന്നിട്ട് അത് അതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. കണ്ടോ, ഇങ്ങനെയാണ് സംഭവം. അതിൽ നമ്മൾ ആ കോമ്പിനേഷനെ മാത്രം ഇവിടെ എടുത്ത് വരച്ചതാണ്. എന്ന് വെച്ചാൽ എ ഹയർ പൊട്ടൻഷ്യലും ബി ലോവർ പൊട്ടൻഷ്യലുമാണ് ആണല്ലോ. കാരണം സെല്ലിൻ്റെ പോസിറ്റീവാണ് ഈ ഭാഗത്തുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം വി എ മൈനസ് വി ബി എന്ന് ഞാൻ ഇതിനെഴുതി, വി എ മൈനസ് വി ബി. ഇനി നോക്കൂ, ഈ വി എ ഇതിലിപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ സെല്ലിലൂടെ. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ പേരാണ് എന്ത് ടെർമിനൽ പി ഡി. അപ്പോൾ ടെർമിനൽ പി ഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഞാൻ ഇപ്പോൾ വീണ്ടും സംസാരിച്ചു, വി സീക്വൽ ടു ഇ മൈനസ് ഐ ആർ ആണ്. അപ്പോൾ നോക്കൂ, വി എ ബി ആണത് അല്ലേ, വി എ ബി ദാറ്റ് ഈസ് വി എ മൈനസ് വി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു അതിലൂടെ പോണ കറണ്ട് അതിൻ്റെ ഇ എം എഫ് E1 മൈനസ് ഐ ഇൻറ്റു R1. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടേ പോകാവൂ. കാരണം ഈ ഫുള്ള് ഇനി ഇതാണ് എഴുതാൻ പോകുന്നത്.
അപ്പോൾ ഇത് റെഡിയാണെന്ന് മനസ്സിലാക്കുക. ഈ വി എ മൈനസ് വി ബിക്കാണ് നമ്മുടെ സെൽ ഇക്വേഷനിൽ വി എന്ന് കൊടുത്തത്. വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഈ വി ആണ് വി എ മൈനസ് വി ബി. മനസ്സിലായല്ലോ? ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 അവിടെ കേട്ടെ. സിമിലർലി നോക്കൂ, ഞാനിവിടെ വി ബി സി എഴുതാൻ പോവുക. അപ്പോൾ വി ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ വി ബി ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ വി സി. അങ്ങനെയാണ് എന്താ എഴുതാൻ നോക്കൂ, പറയൂ. E2 മൈനസ് ദ സെയിം കറണ്ട് തന്നെയാണ് രണ്ടിലൂടെയും പോകുന്നത്, IR2. ഇക്വേഷൻ നമ്പർ 2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായല്ലോ? യെസ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കൂ, ഇതിനെ മൊത്തത്തിൽ എഴുതാൻ പോവുക. അതായത് ഈ പോയിന്റും ഈ പോയിന്റും. അങ്ങനെയാണെങ്കിൽ എന്താ എഴുതുക? വി എ സി ഇസ് ഈക്വൽ ടു വി എ സി. വി എ സിക്ക് ഞാൻ ആദ്യം ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ? വി എ സി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി സി. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ വി എ മൈനസ് വി ബി മൈനസ് വി ബി മൈനസ് വി സി എന്ന് വെച്ചാൽ ഇതേ മൈനസ് ഇത് കണ്ടോ? വി എ മൈനസ് വി ബി മൈനസ് വി ബി മൈനസ് വി സി. ശരിയാണോ? നമുക്ക് വി എ മൈനസ് വി ബിയും പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, മൈനസ് വി ബിയും പ്ലസ് വി ബിയും ഇത് ക്യാൻസൽ ചെയ്ത് പിന്നെ ആരവിടെ ഉള്ളത്? മൈനസ് വി സി. അപ്പോൾ വി എ മൈനസ് വി സി അല്ലേ? മാത്തമാറ്റിക്കലി ഓക്കെ അല്ലേ അത്? എന്ന് വെച്ചാൽ ഇതെന്താ സാധനം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തോ, കാരണം വി എ മൈനസ് വി ബി എന്ന് പറഞ്ഞാൽ E1 മൈനസ് ഐ ആർ വൺ പ്ലസ് E2 മൈനസ് ഐ ആർ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 മൈനസ് അല്ലേ? മൈനസ് ഐനെ ഞാൻ പുറത്താക്കി, ഐ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു. ഐ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു. ഇതാരാണ്? വി എ സി. ഇനി ശ്രദ്ധിക്കട്ടോ, ഇതിന് ഇക്വലൻ്റ് ആയിട്ടല്ലേ നമ്മൾ ഇത് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരെൻ്റെ ആരാ? എ, മറ്റേ എൻ്റെ ആരാ? സി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ ഡയഗ്രാം നോക്കിയിട്ട് നമ്മൾ സെൽ ഇക്വേഷൻ എഴുതിയാൽ എന്താ എഴുതുക? വി എ സി ഇസ് ഈക്വൽ ടു ഇ ഇക്വലൻറ്റ് മൈനസ് അല്ലേ? ഇ ഇക്വലൻറ്റ് മൈനസ് ഇതിൻ്റെ സെൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ ടെർമിനൽ പി ഡി സിക്കലി ഈക്വലൻറ്റ് മൈനസ് ഐ ഇൻറ്റു ആർ ഇക്വലൻറ്റ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. രണ്ടിൻ്റെ LHS സെയിം അല്ലേ? ആണല്ലോ. ഓക്കെ, പിന്നെ നോക്കൂ, ഇവിടെ മൈനസ് ഇവിടെ ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. ദെൻ ദാറ്റ് മീൻസ് ഈ അഗെയിൻ കമ്പയറിങ് ഇക്വേഷൻ 3 and 4. ഇക്വേഷൻ 3ഉം 4ഉം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇവിടെ ഈക്വലൻ്റ് ഉള്ളിടത്ത് അവിടെ ആരാണ്? ഇവിടെ ഈക്വലൻ്റ് ഉള്ളിടത്ത് ഇവിടെ ആരാണ്? നോക്കൂ, ഇ ഈക്വലൻ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ ആരാളുള്ളത്? നോക്കൂ, E1 പ്ലസ് E2 കണ്ടോ? ദാറ്റ് ഈസ് E1 പ്ലസ് E2. ദെൻ ഐ മൈനസ് ഐ ഇവിടെ ഉണ്ട്. ആർ ഈക്വലൻ്റ് ഉള്ളിടത്ത് ഇവിടെ ആരാളുള്ളത്? R1 പ്ലസ് R2 ആൻഡ് ആർ ഈക്വലൻ്റ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. R1 പ്ലസ് R2 റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം ഇവിടെ ഇതാണ്. when cells are combined in series, equivalent EMF എന്താണ്? E1 പ്ലസ് E2. ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്താ? അതിന് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സെല്ലുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സീരീസിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സെല്ലുകളെ സീരീസിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? കാണുന്നില്ലേ? R1 പ്ലസ് R2. സെല്ലുകളെ സീരീസിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ R1 പ്ലസ് R2 സീരീസ് കോമ്പിനേഷൻ. അതിന് നമുക്ക് പൊളാരിറ്റി ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ സീരീസ് കോമ്പിനേഷനാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ അതിനെ ഒന്ന്, കാരണം ഇത് ഡെറിവേഷൻ തീരെ പ്രശ്നമില്ലല്ലോ. ഡെറിവേഷൻ വളരെ ഈസി ആയിട്ടുള്ള ഡെറിവേഷൻ അല്ലേ? ഇത് നോക്കൂ, നമ്മൾ അതിനൊന്ന് സമ്മപ്പ് ചെയ്യാം. നോക്കൂ, വെൻ എനി സെൽസ് ആർ റോങ്ലി കണക്റ്റഡ് ഇൻ സീരീസ്, അതായത് റോങ്ലി അതിൻ്റെ തൊട്ടും ഒറ്റ കാര്യം കൂടി പറയാം. നമുക്ക് ഒരുപാട് സെല്ലുകൾ ഉണ്ടെങ്കിൽ ഇതവിടെ നിന്ന് കേട്ടോ, ഈ പോയിൻ്റ് തൊട്ടും നോക്കും, ഇ ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു ഒരുപാട് സെല്ലുണ്ടെങ്കിൽ എന്താ ചെയ്താൽ E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് എക്സെട്ര പ്ലസ് EN. ഇതാണ് മോർ ജനറൽ ഇക്വേഷൻ. അതുപോലെ ഇവിടുത്തെ R ഈക്വലൻറ്റോ, R ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് RN എന്നാണ് നമ്മൾ എഴുതുക. ഇനി നോക്കും, ഞാൻ ഇവിടെ കൊടുത്ത് നോക്കും,
വെൻ എനി സെൽസ് ആർ റോങ്ലി കണക്റ്റഡ് ഇൻ സീരീസ് സേ E3. ഇപ്പോൾ ഈ കേസിൽ E3 റോങ്ലി കണക്റ്റഡ് ആണ്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ സെല്ല് നോക്കൂ, നെഗറ്റീവ് പോസിറ്റീവായിട്ട്, പിന്നെ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ എന്തായിട്ടാണ് കണക്ട് ചെയ്ത് നെഗറ്റീവ്. അതാണ് E3 റോങ്ലി കണക്റ്റഡാണ്. റോങ്ലി കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. മനസ്സിലായല്ലോ. E4 ഓക്കെ, E5 ഓക്കെ. ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് ആൻസർ ഇതാണ്. നോക്കൂ, E ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. ആരാണോ റോങ്ലി കണക്ട് ചെയ്തത്, ആരാണോ റോങ്ലി കണക്റ്റഡ് ആയിട്ടുള്ളത്, അയാൾക്ക് മൈനസ് കൊടുക്കുക. അപ്പോൾ -E3 കണ്ടോ, -E3, ദെൻ പ്ലസ് E4, പിന്നെ നേരത്തെ പോലെ തന്നെ പ്ലസ് E4 പ്ലസ് E5. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ഇനി രണ്ടെണ്ണം റോങ്ലി കണക്റ്റഡ് ആണെങ്കിലോ ആ രണ്ടെണ്ണത്തിന് നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. അതുപോലെ R ഇക്വലൻറ്റോ, R ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ പറയൂ. R ഇക്വലൻ്റ് ഈക്വൽ ടു വാട്ട്? R1 പ്ലസ് R2 മൈനസ് R3 പ്ലസ് R4 പ്ലസ് R5. അതാണോ തെറ്റ്? എന്താ തെറ്റ്? റെസിസ്റ്റേഴ്സിന് എന്തില്ല? പൊളാരിറ്റി ഇല്ല. അപ്പോൾ എന്താ എഴുതുക? R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 പ്ലസ് R5. അവിടെ പ്ലസും മൈനസും നോക്കേണ്ടതില്ല, അതിന് പ്ലസും മൈനസും ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. എന്നാൽ ഇതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ പറയും. എമംഗ് n ഐഡൻറ്റിക്കൽ സെൽസ്. ഇപ്പോൾ ഇവിടെ ഫുൾ ഐഡൻറ്റിക്കൽ ആണെങ്കിലോ ഒക്കെ ഈക്വലൻ്റ്. ഇതാ ഈ കേസിൽ ജനറൽ ഇക്വേഷൻ ഇതില്ലേ, ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു ഒക്കെ ഇ ആണ് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക? n e എന്നുണ്ടാവുക. അപ്പോൾ R ഇക്വലൻ്റ് എന്താ വരിക? R ഇക്വലൻ്റ് എന്താ വരിക? NR. ഒക്കെ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ. ഇനി ഇവിടെ പറഞ്ഞാൽ എന്താ പറയുക? n ഐഡൻറ്റിക്കൽ സെൽസ്, ഓരോന്നിൻ്റെയും EMF E ഇൻ്റർണൽ ഡിസ്റ്റൻസ് ആണ്. അതിൽ m നമ്പർ ഓഫ് സെൽസ് റോങ്ലി കണക്റ്റഡ് ആണ്. മനസ്സിലായോ? ആകെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആകെ 10 സെൽസ് ഉണ്ട്. ആ 10 സെൽസിൽ 2 എണ്ണം റോങ്ലി കണക്റ്റഡ് ആണ്, ഒക്കെ ഐഡൻറ്റിക്കലാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വലൻ്റ് EMF എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്നാൽ ആ സിമ്പിൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് എഴുതി വെച്ചേ. എഴുത് പറയില്ല, ജസ്റ്റ് പേപ്പറിൽ എഴുതിക്കോ, എഴുതൂ. മനസ്സിലായോ? അപ്പോൾ ഇതെന്താണ്? n 10 ആണ്, അല്ലെങ്കിൽ m 2 ആണ്, പിന്നെ R. അങ്ങനെയാണെങ്കിൽ ഇക്വലൻ്റ് EMF. അപ്പോൾ നിങ്ങൾ ജനറൽ, ഞാൻ 10ഉം 2ഉം പറഞ്ഞത് ജനറൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ n സെല്ലിൽ m സെല്ല് റോങ്ലി കണക്റ്റഡ് ആണെങ്കിൽ ഇക്വലൻ്റ് EMFൻ്റെ ഇക്വേഷൻ എഴുതും എല്ലാവരും. n മൈനസ് എന്താ കിട്ടി? n മൈനസ് m ഇൻറ്റു E കിട്ടിനോ? ഇതാണോ? ഇതല്ലേ കിട്ടിയത്? n മൈനസ് m ഇൻറ്റു E. ഇത് കിട്ടിയിട്ടുണ്ടോ? എന്നാൽ ഇത് തെറ്റാണ്. എന്താ കാരണം നമുക്ക് നോക്കാം. n മൈനസ് 2m ഇൻറ്റു E എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വേണ്ട, നമ്മൾ ഇവിടേക്ക് തന്നെ നോക്കുക. ഇതൊക്കെ ഐഡൻറ്റിക്കലാണെന്ന് കരുതുക. സപ്പോസ് ഐഡൻറ്റിക്കലാണെന്ന് കരുതിക്കോളൂ. അങ്ങനെയാണ് 5 സെൽസിൽ ഒരാൾ റോങ്ലി കണക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 5 മൈനസ് ഒരാൾ റോങ്ലി, -1 ഇൻറ്റു E. അപ്പോൾ എന്ത് കിട്ടണം? 4E എന്നാണ് കിട്ടേണ്ടിയിരുന്നത് അല്ലേ? പക്ഷെ എന്താ ശരിക്കും കിട്ടുക നോക്കുക. E പ്ലസ് E പ്ലസ് E പ്ലസ് E 4E മൈനസ് E 4 മൈനസ് 1 3E എന്നല്ലേ ആൻസർ കിട്ടുന്നത്. അപ്പോൾ എത്രയാണോ റോങ്ലി കണക്ട് ചെയ്തത് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം മൈനസ് ചെയ്യാൻ. മനസ്സിലായോ? അതുപോലെ R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 2m ഇൻറ്റു R ആണോ? അല്ല. R ഇക്വലൻ്റ് ഈക്വൽ ടു NR. കാരണം എന്താ? അത് റെസിസ്റ്ററിന് എന്ത് പൊളാരിറ്റി, അവിടെ തിരിച്ചാണോ മറിച്ചാണോ ഇല്ല എന്ന് ഞാൻ നേരത്തെ സംസാരിച്ചില്ലേ. ദാറ്റ്സ് ആൾ അബൌട്ട് സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷനിലേക്ക് പോകാം. പാരലൽ കോമ്പിനേഷൻ നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആവണം. നോക്കൂ, 2 സെല്ലുകൾ ഞാൻ ഇവിടെ പാരലലി കമ്പൈൻ ചെയ്തിട്ടുണ്ട്. E1 E2 ആണ് സെല്ലുകളുള്ളത്. കണ്ടല്ലോ, R1 R2 നേരത്തെ പോലെ തന്നെ. പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഒക്കെ ഒരുമിച്ച്, നെഗറ്റീവ് ഒക്കെ ഒരുമിച്ച്. ഇതാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഒരുമിച്ച്, നെഗറ്റീവ് ഒരുമിച്ച്, ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഇവിടെ ഈക്വലൻ്റ് R ഇക്വലൻ്റ് അത് കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനും കൂടെ ഒറ്റൊന്നായിട്ട് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തതാണ് അവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ടെർമിനൽ PD നമ്മൾ കാണാൻ പോവാണ്. ഫസ്റ്റ് സെല്ലിൻ്റെ ടെർമിനൽ PD കാണാൻ പോവാം. ഇയാൾ ടെർമിനൽ PD കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ ടെർമിനൽ PD ആകുമ്പോൾ ഒരറ്റം B1 മറ്ററ്റം B2. ഫസ്റ്റ് സെല്ലിൻ്റെ കേസാണ് നമ്മൾ സംസാരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് സെല്ല്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം
E1 കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. E1 ടെർമിനൽ പി ഡി. അപ്പോൾ E1 ടെർമിനൽ പി ഡിക്ക് നമ്മളൊരു കാര്യം ചെയ്യാം. അത് ഞാൻ വി എന്ന് പേരിടാണ്. വി is equal to അപ്പോൾ വി is equal to നമുക്ക് എന്ത് എഴുതാം? വി is equal to ഇവിടെ ഒരറ്റം B1, അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലി VB1, ഇവിടുത്തെ പൊട്ടൻഷ്യലി VB2 എന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം VB1 മൈനസ് VB2 ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞ സെൽ ഇക്വേഷൻ? E1 മൈനസ് I1 R1. കാരണം ഇവിടെ രണ്ട് കറണ്ട് ഉണ്ട്, I1 ഉണ്ട് I2 ഉണ്ട്. എന്നിട്ട് ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ I ആവുന്നുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് സെല്ലിനെ കുറിച്ചിട്ട് നമ്മൾ ഇതേ സാധനം നമ്മൾ എഴുതുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ തൊട്ടുമുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് നമുക്കൊരു പണി കൂടി ഉണ്ട്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് കറണ്ടിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് I1 ഇക്വേഷൻ ഇതിൽ നിന്ന് എഴുതാൻ പോകണം. അപ്പോൾ I1 R1 ഈസ് ഈക്വൽ ടു അതിനെ അങ്ങോട്ട് കൊണ്ടുവരിക E1 മൈനസ് വി എന്നല്ലേ വരിക. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു എന്താ? I1 ഈസ് ഈക്വൽ ടു E1 മൈനസ് വി ഡിവൈഡഡ് ബൈ R1 ഇക്വേഷൻ നമ്പർ 1. മനസ്സിലായില്ലേ? അതേ മൈനസ് I1 R1 അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്തായി? I1 R1 ഇയാളെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ I1 R1 ഈസ് ഈക്വൽ ടു E1 മൈനസ് വി എന്നായി. പിന്നെ I1 അവിടെ നിർത്തി R1 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് കിട്ടി. ഇനി സിമിലർലി E2 കേസിലും നമ്മൾ ഇതേ കാര്യം ചെയ്യാൻ പോവുക. E2 രണ്ടറ്റം VB1 VB2 ആണ്. അതുകൊണ്ട് തന്നെ ആ പൊട്ടൻഷ്യലും ഈ വി തന്നെയാണ്, അല്ലേ? ആ വി തന്നെയാണ്. അപ്പോൾ ഞാൻ എഗെയിൻ എഴുതുന്നു വി സീക്വൽ ടു പക്ഷേ ഇവിടുത്തെ B1 സാധനം അത് തന്നെയാണ്. പക്ഷേ നമ്മൾ സെക്കൻഡ് സെല്ലിന് കൺസിഡർ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇതിനെന്ത് എഴുതാം? ഇത് നമുക്ക് എഴുതാം E2 മൈനസ് I2 R2 എന്ന് എഴുതാം. ദർഫോർ എഗെയിൻ നേരത്തെ ചെയ്ത പോലെ I2 ഇക്വേഷൻ ഉണ്ടാക്കിയാലോ? I2 ഈസ് ഈക്വൽ ടു E2 മൈനസ് വി ഡിവൈഡഡ് ബൈ R2. എക്സാക്ട്ലി സിമിലർ ഫോം. ഇക്വേഷൻ നമ്പർ 2. എന്തിനങ്ങനെയൊക്കെ ചെയ്തത് നോക്കൂ. ഈ I1 I2 കൂടിയിട്ടാണ് ഇവിടെ ആരുണ്ടാവുന്നത്? I ഉണ്ടാവുന്നത്. അപ്പോൾ Iൻ്റെ ഇക്വേഷനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാം I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു I1 I2 ഇക്വേഷൻ 1 1 2 എന്ന് എഴുതുക. ആ 1 എന്ന് എന്താണ്? E1 മൈനസ് വി ഡിവൈഡഡ് ബൈ R1. 2 എന്താ? E2 മൈനസ് വി ഡിവൈഡഡ് ബൈ R2. ശ്രദ്ധിക്കണം കേട്ടോ, ഡെറിവേഷൻ എൻ്റെ വകയല്ല, നമുക്ക് സിലബസിലുള്ളതാണ്, നമുക്ക് ചെയ്യാനുള്ളത് തന്നെയാണ്. ഒരു പ്രയാസവും ഇല്ലതാനും, ഒന്നും കൊണ്ടും വിഷമിക്കേണ്ടതില്ല. നമുക്ക് R1 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തർക്കും കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു E1 ബൈ R1. പിന്നെ ഇയാളെ ഞാൻ ഇങ്ങോട്ട് എഴുതി E2 ബൈ R2 മൈനസ് ഇതിലും വി വരും ഇതിലും വി വരില്ല. അപ്പോൾ വീനെ പുറത്താക്കി 1 ബൈ R1 പ്ലസ് 1 ബൈ R2. ഇതാരാണ്? ഇത് I ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ Iക്കുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ പുതിയത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ആ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതെങ്ങനെ നോക്കൂ. ഇവിടെ I അല്ലുള്ളത്, ഞാൻ ആ Iനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ ടേമിനെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഈ മൈനസ് ടേമിനെ ഫുള്ളും ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് കിട്ടുക, നമുക്ക് ഞാൻ ഇവിടെ ഒന്ന് വരക്കാം. യെസ്, ഇവിടെ V ഇൻറ്റു ഈ മൈനസ് ടേമിനെ അങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ ഇതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R1 R2. ഇവിടെ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ മൊത്തം ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മൈനസ് ടേം എടുത്തുമ്പോൾ പ്ലസ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു E1 ബൈ R1 പ്ലസ് E2 ബൈ R2 മൈനസ് ക്യാപിറ്റലായി. ഓക്കെ അല്ലേ? ഇത്ര എല്ലാവർക്കും റെഡിയാണല്ലോ? യെസ്. അപ്പോൾ ഈ വീനെ ഇനി മാത്രം ഇവിടെ നിർത്തുന്നു, ബാക്കിയുള്ളവർ അങ്ങോട്ട് കൊണ്ടുപോകാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ V is equal to E1 ബൈ R1, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പും കൂടെ മാറ്റി എഴുതാൻ പോവാം. അതായത് ഇതും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം, ഇതും കൂടി ചെയ്യാം. അപ്പോൾ E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 R2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു ഈ ടേം ഇവിടേക്ക് വരുമല്ലോ, ഈ രണ്ടാക്കും കൂടെ, ഇതിന് രണ്ടിനും കൂടി ഇത് വരുമല്ലോ. അപ്പോൾ നോക്കൂ, ഇവിടെ ഇത് തല തിരിഞ്ഞ് അവിടെ വരിക. അപ്പോൾ R1 R2 സിമ്പിൾ മാത്തമാറ്റിക്കൽ
സ്റ്റെപ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുണ്ടെന്ന് കരുതുന്നു. മനസ്സിലായോ? ഇത് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഈ ടേമിന് ഈ ടേമിനുണ്ടാവും, ഈ ടേമിനുണ്ടാവും, ഈ ടേമിനുണ്ടാവും. അതിന് ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒറ്റൊന്നാക്കി ഉണ്ടോ. അപ്പോൾ ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഈ ടേമിനും വരും, അതുപോലെ ഈ ടേമിനും വരും. അപ്പോൾ ഇവിടേക്കുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ റെസിപ്രോക്കലായിട്ടാണ് ഇവിടുത്തെ -i ഇൻറ്റു വീണ്ടും ഇവിടെത്തും. അപ്പോൾ R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. മനസ്സിലായോ? ഇത് രണ്ടും ക്യാൻസൽഡ്. ബാക്കി ആരുള്ളത് നോക്കൂ. ബാക്കിയുള്ളത് E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 മൈനസ് I ഇൻറ്റു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട് ആക്ച്വലി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. കാരണം നോക്കൂ, വീണ്ടും ഇങ്ങോട്ട് വരാം. ഇത് ഈ പോയിൻ്റ് ആരാ? എ. ഈ പോയിൻ്റ് ആരാ? സി. അതിൻ്റെ ഇത് AC. ഇതിന് അക്രോസുള്ള ടെർമിനൽ പീഡിയ ആണല്ലോ നമ്മൾ V കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൺസിഡറിങ് ദിസ് ഇക്വേഷൻ നമുക്ക് ടെർമിനൽ പീഡിയൻ്റെ ഇക്വേഷൻ എന്താ എഴുതാം? അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെർമിനൽ പീഡിയനെ നമുക്ക് എന്ത് എഴുതാം? V സിക്കൽ, അതായത് സെക്കൻഡ് ഫിഗറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് V ഇസ് ഈക്വൽ ടു E ഇക്വലൻറ്റ് മൈനസ് I ഇൻറ്റു R ഇക്വലൻറ്റ്. ഇതാണല്ലോ എഴുതാം. അതാണ് നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇക്വേഷൻ 3ഉം 4ഉം കമ്പയർ ചെയ്താൽ ഈക്വലൻ്റ് ഉള്ളിടത്ത് നമുക്ക് ഇവിടെ ആരെ കിട്ടിയത്? E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതുപോലെ R ഇക്വലൻ്റ് ഉള്ളിടത്ത് എന്താ കിട്ടിയത് നോക്കൂ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. നമ്മുടെ ആൻസറായി. നോക്കൂ, നമുക്ക് അതിനെ ഒന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് എഴുതാം അതിൻ്റെ തൊട്ട് മുമ്പ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസറിനെ എങ്ങനെ എഴുതാൻ പോവാണ്? E ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 whole divided by R1 plus R2 and R equivalent is equal to R1 R2 divided by R1 plus R2. ഇനി ഇത് 2 സെല്ലുകൾ മാത്രമുള്ളപ്പോഴേ നിങ്ങൾക്കിത് പറ്റുള്ളൂ. 2 സെല്ലുള്ള സമയത്താണ് നമ്മളിത് അപ്ലൈ ചെയ്യുക. ഒന്നുകൂടെ ജനറലായിട്ടുള്ള ഇക്വേഷൻ യഥാർത്ഥത്തിൽ ഇതല്ല. അതേതാണെന്നറിയോ? ഒന്നുകൂടെ ജനറലായിട്ടുള്ള ഇക്വേഷൻ, കാരണം ഇത് 2 എണ്ണത്തിന് മാത്രമേ ഈ ഇക്വേഷൻ പറ്റുള്ളൂ. ജനറലായിട്ട് നമ്മൾ എഴുതൽ ഈക്വലൻ്റ് ഡിവൈഡഡ് ബൈ R ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു E1 ബൈ R1 പ്ലസ് E2 ബൈ R2 പ്ലസ് E3 ഡിവൈഡഡ് ബൈ R3 പ്ലസ് എക്സെട്ര പ്ലസ് En ഡിവൈഡഡ് ബൈ Rn. ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ ജനറൽ ഇക്വേഷന് R ഇക്വലൻറ്റിന് മാത്രമല്ല, ഈക്വലൻറ്റിന് മാത്രമല്ല, ഈക്വലൻറ്റ് ബൈ R ഇക്വലൻറ്റിനാണ് നമ്മൾ ആ ഇക്വേഷൻ എഴുതുന്നത്. ഈക്വലൻറ്റ് ബൈ R ഇക്വലൻറ്റിനാണ് ഇക്വേഷൻ നമ്മൾ എഴുതൽ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നോക്കൂ, ഇത് വേണമെങ്കിൽ നമുക്ക് മെല്ലെ ചെയ്ത് നോക്കാം. ഈ 2 എണ്ണം മാത്രമാണെങ്കിൽ ഇത് ഈ ഇക്വേഷൻ എന്താ? ഈക്വലൻ്റ് മാത്രം കേട്ടോ, മാറിപ്പോരുത്. ഇത് ഈക്വലൻ്റ് ബൈ R ഇക്വലൻ്റാണ്. പഠിക്കാൻ എപ്പോഴും ഇതാണ് സൗകര്യം. 2 എണ്ണം ആകുമ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അത് കിട്ടുമെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഇതിന് ഈക്വലൻ്റ് ബൈ R ഇക്വലൻ്റ് നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? R1 R2 എന്നാണ് കിട്ടുക. ഇവിടെ R1 പ്ലസ് R2 ആണ്, കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ R ഇക്വലൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഈക്വലൻ്റ് ബൈ R ഇക്വലൻ്റ്. അപ്പോൾ ഈക്വലൻ്റ് എന്താ? ഈക്വലൻ്റ് ഈസ് ഈക്വൽ ഇൻറ്റു R ഇക്വലൻ്റ് വരും. R ഇക്വലൻ്റ് ആരാ? R1 R2 ബൈ R1 പ്ലസ് R2 അല്ലേ? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവിടെ. അപ്പോൾ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് വൺ. കേട്ടോ, E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 സെല്ലുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പറ്റില്ല. അപ്പോൾ E1 R2 പ്ലസ് E2 R1 പ്ലസ് E3 വേറെന്തോ പറയരുത്, അത് തെറ്റാണ്. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോകണം. 3 എണ്ണം ഉണ്ടെങ്കിൽ E1 ബൈ R1 പ്ലസ് E2 ബൈ R2 പ്ലസ് E3 ബൈ R3 എന്ന് പറഞ്ഞിട്ട് അതിനെ സോൾവ് ചെയ്തുണ്ടാക്കൽ മാത്രമേ ശരിയാവുള്ളൂ. പിന്നെ ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ്. കാരണം ഇത് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സാണ്. അതിന് വേറെ നോക്കാനില്ല. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ എഴുതാം? 1 ബൈ R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 പ്ലസ് എക്സെട്ര. മനസ്സിലായില്ലേ?
പ്ലസ് 1/Rn എന്ന് നമുക്ക് അതിന് കൊടുക്കാം. അതിന് വേറൊന്നും നോക്കാനില്ല, നമുക്ക് നോക്കാനില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നേരത്തെ ഡെറിവേഷൻ റെഡി അല്ലേ? ഡെറിവേഷൻ റെഡി ആണല്ലോ, കുഴപ്പമില്ലല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ പാർട്ട് ഓക്കെ അല്ലേ? കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ നോക്കൂ, ഞാനതിന് നോക്കൂ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോംസ് ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 രണ്ടെണ്ണാണെങ്കിൽ അതിൻ്റെ ആർ ഈക്വലൻ്റ് അതിൻ്റെ ജനറൽ ഫോമാണ്. ഇതാണ് കുറച്ചുകൂടെ പഠിക്കാൻ സൗകര്യം. അതിൻ്റെ മോസ്റ്റ് ജനറൽ ഫോമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെഡി? യെസ്, അതിൻ്റെ സ്പെഷ്യൽ കേസും കൂടെ നമുക്ക് സംസാരിച്ച് അവസാനിപ്പിക്കാം. നോക്കൂ, വെൻ 2 cells ആർ റോങ്ലി കണക്റ്റഡ് ഇൻ പാരലൽ. കണ്ടോ, ഇത് പാരലൽ കോമ്പിനേഷനാണ്, പക്ഷേ റോങ് ആണ്. കാരണം എന്താ, പോസിറ്റീവൊക്കെ ഒരുമിച്ച് നെഗറ്റീവൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്ക് കണക്ട് ചെയ്തെങ്ങനെ, ഇവിടെ തിരിച്ചാൽ ഒന്നാമത്തിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തിൻ്റെ നെഗറ്റീവ് ആയിട്ടാണ്, പക്ഷേ പാരലൽ കോമ്പിനേഷനാണ്, പക്ഷേ റോങ്ലി കണക്റ്റഡാണ്. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഇത്തരം സന്ദർഭത്തിൽ നോക്കൂ, E ഈക്വലൻ്റ് ഡിവൈഡഡ് ബൈ R ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു E1/R1 മൈനസ് E2/R2. കണ്ടോ, മൈനസ് E2/R2. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതുപോലെ R ഈക്വലൻ്റ് ഇവിടെ എന്താ? ഇവിടെ R ഈക്വലൻ്റ് ഈസ് ഈക്വൽ എന്താണ്? R1/R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതിൽ മാറ്റില്ല. കാരണം എന്താ? കാരണം അത് പാരലൽ കോമ്പിനേഷനാണ്, അതിന് പൊളാരിറ്റി നോക്കാനില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ സോൾവ് ചെയ്താൽ ഫൈനലി യു വിൽ ഗെറ്റ് E1R2 മൈനസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നായിരിക്കും നിങ്ങൾക്ക് ഈ കേസിൽ കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കിട്ടുന്നില്ലേ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. എങ്ങനെ ഉറപ്പ് വരുത്തുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഈ R ഈക്വലൻ്റിനെ പുറത്ത് കൊണ്ടുവരിക. R ഈക്വലൻ്റ് ഉണ്ട്, ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നോക്കൂ, ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ആൻസർ പറയേണ്ട കാര്യമാണ്. ആ സെക്കൻഡ് പോയിന്റ് നോക്കും. വെൻ എനി സെൽസ് ആർ റോങ്ലി കണക്റ്റഡ് ഇൻ പാരലൽ, any cells are wrongly connected in parallel, say E3 and E4, then എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഒരു 5 സെല്ലുകൾ, നേരത്തെ അതേ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. E3 and E4 എന്ന് പറഞ്ഞാൽ 5 സെൽസ് ഉണ്ട്, ഒക്കെ പാരലലി കമ്പൈൻഡ് ആണ്. അതിൽ E3ഉം E4ഉം റോങ്ലി കണക്റ്റഡ്, തിരിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇതുപോലെ തന്നെ ഇതാ E1/R1, പറയൂ, E1/R1, യെസ്, equivalent divided by R equivalent is equal to E1/R1 plus E2/R2 minus E3/R3 minus E4/R4 plus E5/R5. ഇത് 5 സെൽസ് ആണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എഴുതിയത്. അതിൽ 2 എണ്ണം നിൽക്ക്. മനസ്സിലായല്ലോ? ഇത് ഇനി ഇവിടുത്തെ 1/R equivalent എന്താ? കമോൺ, 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര പ്ലസ് 1/R5. കാരണം അതിന് പൊളാരിറ്റി ഇല്ല. ഇനി എത്ര തവണ ഞാനത് സംസാരിച്ചത്, ഇനിയും അത് പോയി തെറ്റിക്കരുത്. അടുത്ത പോയിന്റ് നോക്കൂടെ, വെൻ n ഐഡൻറ്റിക്കൽ സെൽസ് ഈച്ച് ഓഫ് EM ഓഫ് E. ഇതൊന്ന് ആൻസർ പറയൂ നിങ്ങൾ, ഇതൊന്ന് ആൻസർ പറയും. ഒക്കെ ഐഡൻറ്റിക്കൽസ് അല്ല, എല്ലാം E ആ. കേട്ടോ, എല്ലാത്തിൻ്റെ ഇൻ്റർസെൻസ് 6, അതിന് കണക്റ്റഡ് ഇൻ പാരലൽ, വളരെ റൈറ്റ്ലി കണക്റ്റഡ്, വേറെ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ വരിക? ഞാൻ ആൻസർ പറയാൻ പോവാണ്. നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, യെസ്. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ട് മാത്രമേ ഞാൻ ചെയ്ത് നിങ്ങൾ നോക്കാവൂ. അപ്പോൾ ഞാൻ ചെയ്യാണ് കേട്ടോ, ഞാൻ ചെയ്യാണ്. 1/, എല്ലാവരും കേട്ടോ, എല്ലാവരും. അത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. E ഈക്വലൻ്റ് ഡിവൈഡഡ് ബൈ R ഈക്വലൻ്റ് ഈക്വൽ ടു E1/R1 അല്ലേ? അപ്പോൾ E1 എത്ര? E ഡിവൈഡ് ബൈ R1 എത്ര? R പ്ലസ് E2/R2 ഉണ്ടോ? അതും അതന്നെ, പ്ലസ് എക്സെട്ര ഇങ്ങനെ പോയിട്ട് എത്ര ഉണ്ടാവും? E ഡിവൈഡഡ് ബൈ R. എത്ര ഉണ്ടാവും ഇത്? അപ്പോൾ E/R n സെൽസ് അല്ലേ പറഞ്ഞത്? അപ്പോൾ n ടൈംസ് ഉണ്ട് ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. ഈക്വലൻ്റ് ബൈ R ഈക്വലൻ്റ് ഈക്വൽ ടു NE/R. അത് മനസ്സിലായല്ലോ? നൗ നോക്കൂ, E ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ R ഇൻറ്റു R ഈക്വലൻ്റ് മനസ്സിലായല്ലോ? ഇനി ഇത് n ഐഡൻറ്റിക്കൽ സെൽസ് അല്ലേ? അപ്പോൾ 1/R ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? n ഇൻറ്റു 1/R ഓർ R ഈക്വലൻ്റ് ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് വെൻ കണക്റ്റഡ് ഇൻ പാരലൽ എന്താണ്? R/n. Therefore you will get here as NE/R into R/n
R cancelled, N cancelled. The final answer is E. E is the right answer. എന്ന് വെച്ചാൽ ഈ ഇ എം എഫ് ഉള്ള എത്ര സെല്ലുകൾ നിങ്ങൾ പാരലലി കണക്ട് ചെയ്താലും അതിൻ്റെ ഈക്വലൻ്റ് ഇ എം എഫ് എന്താ വരിക? ഇ തന്നെ. അതിൻ്റെ ഈക്വലൻ്റ് ഇ എം എഫ് നിങ്ങൾക്ക് ഇ തന്നെയായിരിക്കും കിട്ടുക. അതിൻ്റെ ആർ ഇക്വലൻ്റ് എന്താണ്? R/N. ആർ ഇക്വലൻ്റ് ഈസ് R/N. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ഓക്കെ ഇത് ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കും. അസൈൻമെൻറ്റ് ഞാൻ തരാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എഴുതി പഠിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് വ്യക്തമാവുള്ളൂ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ കാര്യം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.